വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, റഷ്യ ഇന്ത്യയുടെ അടുത്തു നിന്നും അകലുകയാണോ എന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഉയർത്തിയത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയിൽ നിന്നും വെനിസ്വേലൻ എണ്ണ ഇന്ത്യ മേടിക്കുന്നു. ഇതോടുകൂടി റഷ്യൻ എണ്ണ സമ്പൂർണമായും നിർത്തി. പോരാത്തതിന് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതോടുകൂടി റഷ്യ ഇന്ത്യയോട് വലിയ കലിപ്പിലാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പാകിസ്ഥാനോട് അടുക്കാൻ പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇത് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം നടന്ന പാകിസ്ഥാനിലുണ്ടായ ഇസ്ലാമാബാദിലെ ഷിയ പള്ളിയിലുണ്ടായ ഒരു സ്ഫോടനം, ആ സ്ഫോടനത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയതാണ് ഈ ഊഹാപോഹങ്ങൾക്കൊക്കെ കാരണം. പിന്നെ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഊഹാപോഹങ്ങൾ ചമയ്ക്കാനായിട്ട് അവർ മിടുക്കരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നാമത്തെ കാര്യം, ഇലക്ഷൻ വരാൻ പോവുകയാണ് നമ്മുടെ കേരളത്തിലടക്കം. ആ സമയത്ത് BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ മുഖമായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്ന് ടാർണിഷ് ചെയ്ത് കാണിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അപ്പൊ അത് അവർക്ക് വലിയൊരു നേട്ടമായിരിക്കും, പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക്. കഴിഞ്ഞ ദിവസം മനോരമയാണ് ഈ വാർത്ത പുറത്ത് എന്ന് പറഞ്ഞ വാർത്ത ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ കണ്ടത്. സൂചന മാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനോട് അടുത്ത് റഷ്യ എന്നുള്ളത് മനോരമ വൈകുന്നേരം ആയപ്പോൾ ന്യൂസ് മേക്കറായിട്ട് VD സതീശന്റെ പ്രഖ്യാപിക്കുകയും ചെയ്തു. VD സതീശനെ വളരെ ഉദ്യോഗഭരിതമായിരുന്നു ന്യൂസ് മേക്കർ പ്രഖ്യാപനം എന്ന് പറയുന്നത്. 3 പേരുടെ പടം ഉണ്ടായിരുന്നു, അതിലൊന്ന് VD സതീശനായിരുന്നു. ഇത് കണ്ട എല്ലാവർക്കും മനസ്സിലായി VD സതീശനെ ആയിരിക്കുമെന്ന്. ആ പ്രഖ്യാപനം വന്നു. പിന്നെ ഒരു സൈഡിൽ കൂടെ ഇത്തരത്തിൽ നാഷണൽ ന്യൂസ് എല്ലാം ഇങ്ങനെ വളച്ചൊടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഇവിടെ കേരളത്തിൽ ഒരു നിഷ്പക്ഷ ഹിന്ദു വോട്ടുണ്ടല്ലോ, ഒരു പ്രധാന നിഷ്പക്ഷ ഹിന്ദു വോട്ട്. ആ ഹിന്ദു വോട്ട് ഇപ്പോൾ നരേന്ദ്രമോദി ഒന്ന് ടാർണിഷ് ചെയ്ത് അവര് ഉറ്റുനോക്കുന്നത് നരേന്ദ്രമോദിയാണ് സ്വാഭാവികമായിട്ടും. കാരണം കേരളത്തിൽ ഇപ്പോഴും മോദി വോട്ടാണ് കിട്ടുന്നത് എന്നാണ് പല ആൾക്കാരും പറയുന്നത് BJPക്ക്. അപ്പൊ അത് അവർ മോദിയെ ഉറ്റുനോക്കുമ്പോൾ മോദിയുടെ ഇമേജിനെ ഒന്ന് ടാർണിഷ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ നെക്സ്റ്റ് ഓപ്ഷൻ കോൺഗ്രസ് ആയിരിക്കും എന്ന് അവർ കരുതുന്നു. അത് അവർ കരുതിക്കോട്ടെ. പക്ഷെ എന്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ പാകിസ്ഥാനോട് റഷ്യ അടുക്കുന്നുണ്ടോ, ഇന്ത്യയുമായിട്ട് റഷ്യ അകലുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ഇസ്ലാമാബാദിൽ ഉണ്ടായ സ്ഫോടനത്തെ റഷ്യ അപലപിക്കുകയും ചെയ്തിരുന്നു. ചേട്ടാ, അപ്പൊ എന്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാകിസ്ഥാനുമായി റഷ്യ അടുക്കുകയാണോ, ഇന്ത്യയുമായി അകലുകയാണോ? പക്ഷെ ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്, ചൈന ഇപ്പോൾ ഇന്ത്യയുമായി വലിയൊരു ഡീൽ വെക്കാനായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് റഷ്യ പാകിസ്ഥാനുമായി അടുക്കുന്നു, ചൈന അതിവേഗത്തിൽ ഇന്ത്യയുമായി അടുക്കുന്നു എന്നുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഇങ്ങനെ മലയാള മാധ്യമങ്ങളിൽ ഈ വാർത്ത വരുന്നതിൽ വല്ല കഴമ്പുമുണ്ടോ? ചൈനയുടെ വാർത്ത മലയാള മാധ്യമങ്ങളൊന്നും വന്നില്ല, നാഷണൽ മാധ്യമങ്ങളിലാണ് അത് വന്നത്. പക്ഷെ റഷ്യയുടെ വാർത്ത ഇന്നലെ മുതൽ തന്നെ എല്ലാ മലയാള മാധ്യമങ്ങളിലും വലിയ രീതിയിൽ വരുന്നുണ്ട്. ഇതിനകത്തൊരു കൗതുകകരമായ കാര്യം, നമ്മുടെ ഈ ലേറ്റസ്റ്റ് ജിയോ പൊളിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ടാക്ടിക്കൽ ഡിപ്ലോമസിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എല്ലാവരും കൊടുക്കുന്നത്. അതായത് പെർമനന്റ് ആയിട്ടൊരു ഡിപ്ലോമസി ആയിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നമ്മളുടെ അപ്പോഴുള്ള നമ്മളുടെ ആ അവസ്ഥകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ടാക്ടിക്കൽ ഡിപ്ലോമസിക്കാണ് വലിയ പ്രാധാന്യമുള്ളത്. അതായത് ഇന്ന് കാണുന്ന ശത്രു നാളെ മിത്രം ശത്രു എന്നുള്ള രീതിയിലാണ് പോകുന്നത്. റഷ്യയുടെ ഈ ഒരു സന്ദേശം പാകിസ്ഥാന് വന്നതിൽ വലിയ പോയിന്റ് തന്നെയുണ്ട്, അതൊരു അപ്രധാനമായ കാര്യമല്ല. പക്ഷെ ഇതിനകത്ത് കാര്യം എന്ന് പറഞ്ഞാല്, റഷ്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യ എണ്ണ വാങ്ങൽ കുറച്ചു കഴിഞ്ഞാൽ അവർക്ക് എണ്ണ വിൽക്കാനായി മറ്റൊരു രാജ്യത്തെ ആവശ്യമുണ്ട്. നിലവിൽ ഈ പാകിസ്ഥാനും റഷ്യയും ചേർന്ന് ഒരു ഗ്യാസ് പൈപ്പ് ലൈനിനുള്ള പ്ലാനിങ്ങും അതിന്റെ ചർച്ചകളും ഒക്കെ പല നാളുകളായിട്ട് നടക്കുന്നതാണ്. ഒരു പൈപ്പ് ലൈൻ വരിക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ ഈ പാകിസ്ഥാൻ മാത്രം വാങ്ങിയിട്ട് കാര്യമില്ല, അതിൽ കൂടെ ഇന്ത്യയും ചൈനയും ഒക്കെ കണക്ട് ചെയ്യാവുന്നൊരു മോഹം റഷ്യക്കുമുണ്ട്. അത് നടക്കുന്നതാണ്. പിന്നെ സംയുക്ത സൈന്യാഭ്യാസം അവർ തമ്മിൽ ഉള്ളതാണ്. ഇന്ത്യ ഈ അടുത്ത് ജോഹന്നാസ്ബർഗിൽ നടന്നത് പങ്കെടുത്തില്ല, ഒമാനിൽ നടന്നതിനകത്ത് ഇന്ത്യയും പങ്കെടുത്തിരുന്നു. അങ്ങനെ ഇതൊക്കെ ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. ഇടയ്ക്ക് M-35 ഹെലികോപ്റ്ററുകൾ കൊടുക്കാൻ ഒക്കെ ഉള്ള തീരുമാനം, അവരുടെ ഈ പഴയ വിമാനങ്ങൾ കൊടുക്കാനുള്ള തീരുമാനമൊക്കെ ഉണ്ടായിരുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ റഷ്യയെ സംബന്ധിച്ച് ഈ പാകിസ്ഥാനും ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ അകലുന്നു എന്നൊരു വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതേ ഒരു സാഹചര്യത്തിൽ തന്നെ റഷ്യ അടുക്കാൻ ശ്രമിക്കും. പക്ഷെ റഷ്യ അവിടെ അടുത്തത് കൊണ്ട് റഷ്യക്ക് പ്രയോജനമൊന്നും തന്നെയില്ല. റഷ്യക്ക് ഇന്ത്യയുമായി എണ്ണബന്ധം അല്ല ഉള്ളത്, ഇന്ത്യയുമായി അടുത്ത മറ്റ് ഒരുപാട് ബന്ധങ്ങളുണ്ട്. നമുക്ക് 7 പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളാണുള്ളത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളും അതിന്റെ കീഴിലുള്ള യൂണിറ്റുകളും പ്രവർത്തിപ്പിക്കുന്ന റഷ്യയാണ്. കൂടംകുളം ആണവ നിലയം, അതിന്റെ യൂണിറ്റ് 1ൽ നമ്മൾ 1000 മെഗാവാട്ട് ഉത്പാദിപ്പിക്കുന്നു, 2ൽ നമ്മൾ 1000 മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു. അതുകൂടാതെ അനവധി യൂണിറ്റുകൾ പണിപ്പുരയിലാണ് നമ്മൾ. അതായത് ആ റഷ്യൻ സഹായത്തോടു കൂടി അനവധി ഈ ന്യൂക്ലിയർ
റിയാക്ടറുകൾ നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നു. ഇത് കൂടാതെ തന്നെ ഇത്തവണ ശ്രീ വ്ളാഡിമിർ പുടിൻ വന്നപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമുണ്ട്, സ്മാൾ മോഡുലാർ റിയാക്ടർ SMR എന്ന് പറഞ്ഞിട്ട് സംവിധാനമുണ്ട്. അത് ചെറുകിട ആണവ നിലയങ്ങൾ, അത് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഗുണകരമാകും. അത്തരത്തിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഈ ആണവ ഈ ഊർജം നമ്മൾ സഹകരിക്കുന്ന റഷ്യയുമായി മാത്രമാണ്. അമേരിക്കയുമായിട്ട് നമ്മൾ അങ്ങനെ സഹകരിക്കുമെന്ന് 2008 പറഞ്ഞിരുന്നു. അങ്ങനെ ചില ചർച്ചകളും മറ്റും നടന്നിരുന്നു. ഫ്രാൻസുമായിട്ട് നമ്മൾ ചർച്ചകൾ നടന്നിരുന്നു. പക്ഷെ എപ്പോഴും റഷ്യ തന്നെയാണ് ഉള്ളത്. അത് ഒരു കോടാനുകോടി വരുന്ന ഒരു വലിയ ബിസിനസ്സാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും പാകിസ്ഥാനിൽ പ്രാക്ടിക്കൽ അല്ല. നിലവിൽ ആ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം തന്നെ അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു വാർത്ത കൂടി നമ്മൾ കാണാതെ പോകരുത്. കഴിഞ്ഞ ദിവസം ധനുഷ് തന്നെയാണത് പറഞ്ഞത്. 1.4 ബില്യൺ ഡോളറാണ് ബലൂചിസ്ഥാനിലെ ഖനനത്തിന് വേണ്ടിയിട്ട് അമേരിക്ക മുടക്കുന്നത്. അതായത് പാകിസ്ഥാനെ അമേരിക്ക പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല. അവരുടെ ആവശ്യത്തിന് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് മറ്റൊരു വാർത്ത നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഖൈബർ ഇടനാഴിയിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് ചൈന കൈകോർത്തുകൊണ്ട് പാകിസ്ഥാനെ പൂർണ്ണമായി അവോയ്ഡ് ചെയ്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനുമായിട്ടൊരു കണക്ഷൻ സ്ഥാപിക്കുന്നു. ഇവിടേക്കാണ് റഷ്യ ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ സ്ഫോടനത്തിന്, അതായത് കൗണ്ടർ ടെററിസത്തിനെതിരെ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കാമെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇവിടെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഡീല് ചെറുതല്ല. റഷ്യ ആയുധം വയ്ക്കുന്ന 5 ടോപ്പ് 5 കൺട്രീസിൽ 1ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഇന്ത്യ അവരുടെ പക്കൽ നിന്ന് 65% ആയുധം വാങ്ങുമ്പോൾ 2ാം സ്ഥാനത്തുള്ള ചൈന 15 തൊട്ട് 20% വരെ വാങ്ങുന്നുള്ളൂ. ഇതാണ് നമ്മൾ ശ്രദ്ധേയമായ ഒരു കാര്യം. ഒപ്പം തന്നെ നമ്മളുടെ രാജ്യം നമ്മൾ ആയുധം വാങ്ങുന്ന 5 ടോപ്പ് 5 കൺട്രീസ് ഏതൊക്കെയാ വെച്ചാൽ റഷ്യ 65%, ഫ്രാൻസ് 12%, ഇസ്രായേൽ 10%, അമേരിക്ക 6 to 8%, UK യുണൈറ്റഡ് കിങ്ഡം ഈ വിമാനത്തിന്റെ ഇഞ്ചിനും മറ്റുമൊക്കെയാണ് അവിടുന്ന് വാങ്ങുന്നത് 5% മാത്രമാണ്. ഇവിടെയാണ് ഇന്ത്യക്ക് അവരുടെ ഏറ്റവും വലിയ ഒരു ബിസിനസ് കരുത്ത് എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ കൽക്കരി അടക്കം വളമടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ബിസിനസ് പങ്കാളിത്തമാണുള്ളത്. വിദ്യാഭ്യാസം, ശാസ്ത്രം, ഒപ്പം തന്നെ പ്രതിരോധം, ആണവ ഊർജം, ഓയിൽ ഗ്യാസ്, ബഹിരാകാശം. നമ്മുടെ ബഹിരാകാശ ദൗത്യങ്ങള് ഇസ്രോയുമായിട്ട് ചേർന്ന് നടത്തുന്നതിലത്തെ വലിയ പങ്കാളിയാണ് റഷ്യ. ഒപ്പം തന്നെ അങ്ങനെ അനവധി കാര്യങ്ങളും നമ്മളുമായി ബന്ധമുണ്ട്. അതുകൊണ്ടാണ് റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ എണ്ണ ബിസിനസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇന്ത്യക്ക് ഞങ്ങളിൽ നിന്ന് മാത്രമല്ലല്ലോ എണ്ണ വാങ്ങുന്നത്, അവർ ലോകത്തെമ്പാടും നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. ഞങ്ങളുമായിട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് 2022 ശേഷം തുടങ്ങിയ ഒരു ബന്ധമാണ്. മറ്റ് ബന്ധങ്ങളൊക്കെ 60 വർഷമായി തുടരുന്ന ഒരു ബന്ധമാണ്. അപ്പോൾ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് റഷ്യയുമായിട്ട് നമുക്കുള്ളത്, ഒരു ബന്ധമാണ് നമുക്കുള്ളത്. അത് കൂടാതെ തന്നെ ഈ അടുത്ത സമയത്ത് നമ്മൾ റഷ്യയുമായിട്ട് അത് മിക്കവാറും ഈ വർഷം പകുതിയോടുകൂടി അത് ഒപ്പുവെക്കും. F-57 കൂടുതൽ അന്തർവാഹിനികൾ, ഐസ് ബ്രേക്കർ ഉൾപ്പെടെ നമുക്ക് നൽകുമെന്ന് പറഞ്ഞ അതിന്റെ ഒരു ഡീലും, അതുപോലെ തന്നെ നമ്മൾ ഈ 2026 ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന, അതായത് 1ാം ഘട്ടം ലോഞ്ച് ചെയ്യുന്ന നമ്മുടെ നമ്മുടെ സുരക്ഷാ കുടയുണ്ട്, സുദർശന ചക്രം, അതും ഇതെല്ലാം കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പൊ ഇത്രയും വലിയൊരു പൈസ കളഞ്ഞിട്ട് റഷ്യ പാകിസ്ഥാനോട് പോയതുകൊണ്ട് റഷ്യക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. ഇനി പാകിസ്ഥാൻ എന്തെടുത്തിട്ട് കൊടുക്കാനാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് തന്നെ കഴിഞ്ഞ തവണ പറഞ്ഞത്, ഈ അടുത്ത് പറഞ്ഞത്, തെണ്ടി മടുത്തു, ഓരോ രാജ്യങ്ങളുടെ മുമ്പ് ഇപ്പോൾ തലകുനിഞ്ഞു നിന്ന് മടുത്തു, തലചൊറഞ്ഞു നിന്ന് മടുത്തു എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ അടുത്ത് പൊതുവെ ദുർബലമായ സാമ്പത്തിക അവസ്ഥയുമായി നിൽക്കുന്ന റഷ്യക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അവർക്ക് ആയുധബലമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്തൊരു കാര്യമാണ്. ഇവിടെ ഈ ജിയോ പൊളിറ്റിക്സിനകത്ത് ചെറിയ ചേഞ്ചസുകൾ പോലും വലുതായി തന്നെ അത് ആഘോഷിക്കപ്പെടുന്നുണ്ട്. അതായത് പാകിസ്ഥാനുമായി അമേരിക്ക അകലുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് റഷ്യ ഒരു പിന്തുണയുമായി അവിടെ എത്തുന്നത്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ റഷ്യയെക്കാളും വലിയ വിപണി, നമ്മളുടെ സാധനങ്ങൾ കയറിപ്പോകാനുള്ള വലിയ വിപണി അമേരിക്കയാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് ആയുധം. പക്ഷെ നമ്മുടെ പുതിയ നരേന്ദ്രമോദി സർക്കാർ 2014 കയറിയതിനു ശേഷം നമ്മുടെ പുതിയ തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ആയുധം വാങ്ങണമെന്നുള്ളതാണ്. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് മറ്റൊരു വാർത്ത എത്തുന്നത്. ചൈനീസ് അംബാസഡർ ആയിട്ടുള്ള ഷു ഫെയ്ഹോങ് ഇദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തു. ഇദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ട് പറഞ്ഞു, നമ്മൾ സഹകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, നമ്മൾ സാംസ്കാരികപരമായ ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നെടുനീളത്തിലുള്ള ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്. ചൈനീസ് അംബാസഡറാണ് ഇന്ത്യയിലുള്ള. അപ്പൊ ഇതൊരു വലിയ ചർച്ചയായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. കാരണം ചൈനയ്ക്ക് ഇപ്പോഴുള്ളത് അവരുടെ സാമ്പത്തിക നില അത്ര ഭദ്രമല്ല. ചൈനയുടേത് നേരത്തെ കുതിച്ചുകൊണ്ടിരുന്നെങ്കിലും അത് അടിത്തറ ഇളകി തുടങ്ങുന്നു. അപ്പോൾ ഇന്ത്യ പോലൊരു പാർട്ണർ അവർക്ക് അനിവാര്യമാണ്. 2, അമേരിക്ക ഇന്ത്യയുമായി കൂടുതൽ അടുക്കുന്നത് ചൈനയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ കൂടെ നിർത്തേണ്ടത് ചൈനയുടെ ആവശ്യമാണ്. 3, ഈ ദക്ഷിണേഷ്യയിലെ ഒരു തലവൻ എന്ന നിലയിലാണ് ചൈന ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത്. അതിനും ഇന്ത്യ കണക്കൊരു ബൃഹത്തായ രാഷ്ട്രത്തിന്റെ സഹായം ആവശ്യമാണ്. ഇതിനേക്കാൾ ഉപരി ബ്രിക്സ്,
ബ്രിക്സിനെ ഈ ചൈന അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം ബ്രിക്സിന്റെ തലപ്പത്ത് ഇപ്പോൾ ഇന്ത്യയാണ്. ആ ബ്രിക്സിനെ പരിരക്ഷിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതായത് ജിയോ പൊളിറ്റിക്സ് എത്ര വേഗമാണ് മാറുന്നത് നോക്കൂ. നമ്മൾ ഇന്നലെ കേട്ട വാർത്ത എന്താണ്? പാകിസ്ഥാനോടൊപ്പം റഷ്യ ചേരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇതാ വീണ്ടും ഇപ്പുറത്ത് വരുന്ന വാർത്ത ചൈന ഇന്ത്യക്കൊപ്പം ചേരാൻ ഒരു വലിയ ഡീലിന് വേണ്ടി, വലിയ വ്യാപാര കരാറിന് വേണ്ടി അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ടാക്ടിക്കൽ ഡിപ്ലോമസി എന്ന് പറയുന്നത്. പ്രായോഗികതയ്ക്കാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. അതായത് ഇപ്പോൾ നമ്മൾ അമേരിക്കയുമായി വെച്ച കരാർ ഉള്ള കാലത്തേക്കുള്ള കരാറല്ല. അത് കരാർ എപ്പോഴാണെങ്കിലും ലംഘിക്കപ്പെടാവുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ. ഇങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം. ഇത് മാത്രവുമല്ല, ഇന്ത്യ ചെറിയ ചെറിയ കുറുമുന്നണികൾ വേറെ സൃഷ്ടിച്ചു പോകുന്നുണ്ട്. നമ്മൾ മുൻപ് ഒരു സമയത്ത് പറഞ്ഞ ഇസ്രായേൽ, UAE, ഇന്ത്യ, അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡ് ചർച്ച ചെയ്യാം. ഏതായാലും ഇതാണ് ഇപ്പോൾ, അതായത് റഷ്യ പാകിസ്ഥാനിൽ വരുന്നു, ഒപ്പം തന്നെ ചൈന ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ പെട്ടു നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ട്രംപ് ആയിരിക്കും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ട്രംപിന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം പാകിസ്ഥാൻ അവരുടെ എല്ലാ കാലത്തെയും പങ്കാളിയാണ്. മറുഭാഗത്താകട്ടെ ഒരിക്കലും അടുക്കില്ല എന്ന് കരുതിയ ചൈന ഇപ്പോൾ വലിയ ഓഫറുകളും കാര്യങ്ങളുമായിട്ട് അവരെത്തുന്നു. പക്ഷെ ഇന്ത്യ വളരെ കരുതലോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇന്ത്യക്ക് നന്നായി അറിയാം, ഇന്ത്യ ഇല്ലാതെ ഈ സെൻട്രൽ ഏഷ്യയിലും ദക്ഷിണേഷ്യയിലും മുമ്പോട്ട് ഒരു രാജ്യത്തിന് പോകാൻ കഴിയില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കരുതലോടെ നിൽക്കുന്നു. പ്രത്യേകിച്ച് ചൈനയോടുള്ള സമീപനത്തിൽ ഇന്ത്യക്ക് 2020 ഇന്ത്യ പറയുന്നത് വാക്കുകളിലല്ല വിശ്വാസം വേണ്ടത്, പ്രവൃത്തികളിലാണ്. അതായത് അതിർത്തികൾ ശാന്തമാകുക എന്നുള്ളൊരു പ്രവൃത്തി ഉണ്ടല്ലോ, സൈന്യങ്ങൾ പിന്മാറി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എങ്കിൽ തന്നെയും അത് ക്ലിയർ ആകേണ്ടതായിട്ടുണ്ട്. അല്ലാതെ വാക്കുകൾ കൊണ്ട് വിശ്വാസം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. അതായത് പ്രസ്താവനകളിൽ കാര്യമില്ല, പ്രവൃത്തിയിലാണ് കാര്യമെന്നാണ് പറയുന്നത്. ഏതായാലും കഴിഞ്ഞ 24 മണിക്കൂറുകളിൽ ലോകത്ത് വലിയ രീതിയിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. ചേഞ്ച് എന്ന് പറയാറായിട്ടില്ല, മൂവ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. ഒന്ന്, അപ്രതീക്ഷിതമായി പാകിസ്ഥാന് റഷ്യയുടെ ഒരു സന്ദേശം എത്തുന്നു. തൊട്ടു പിന്നാലെ ചൈനയുടെ സന്ദേശം ഇന്ത്യക്കും എത്തുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നിർണായകമാകുന്ന ഇന്ത്യ തന്നെയാണ് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. ഏതായാലും എണ്ണയുടെ പേരിലൊന്നും ഇന്ത്യ റഷ്യ ബന്ധം തകരാൻ പോകാൻ സാധ്യതകൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് വളരെ പെട്ടെന്ന് എണ്ണ നിർത്തി പോകാനും കഴിയില്ല. കാരണം ഇതിന് മുൻപ് നമ്മൾ വളരെ കുറച്ച് എണ്ണ മാത്രമാണ് 2022 മുമ്പ് വാങ്ങിയത്. കാരണം നമുക്ക് റഷ്യയുമായി എണ്ണ വ്യാപാരമല്ല നമുക്കുള്ളത്. നമുക്ക് അതിനപ്പുറത്തേക്കുള്ള ബഹിരാകാശം, വിദ്യാഭ്യാസം, സാങ്കേതികത, ആണവോർജ്ജം തുടങ്ങിയ ബൃഹത്തായ മേഖലകളിലാണ്. ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദിയുമായി വെക്കാൻ പോകുന്ന ഒരു വമ്പൻ ഡീലാണ് ഈ ആയുധങ്ങളുമായിട്ട്, ഈ വിമാനങ്ങൾ നിർമ്മിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ. അതായത് 24 മണിക്കൂറെങ്കിൽ വലിയ ചേഞ്ച്. അതിലൊന്നും വലിയ വാർത്തയായി. ഏതാ? റഷ്യ പാകിസ്ഥാനിലേക്ക് പോയത് വലിയ വാർത്തയായി. പക്ഷെ ചൈനയുടെ ഷൂഫൈ ഹോങ് ട്വീറ്റ് വാർത്തയായില്ല, അതിന്റെ അനാലിസിസും വാർത്തയായില്ല. അതും കൂടെ ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് എടുത്തത്. എന്തിനു പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യ ഒരു മെയിൻ ഗെയിമിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളതും ഒരു വലിയ കളിക്കാരനാണെന്നുള്ളതും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു.